ഗർഭകാലം എന്നത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ സന്തോഷകരമായ ഒന്നാണ്. എന്നാൽ പ്രസവ സമയത്ത് ചിലപ്പോൾ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് മെക്കോണിയം അഥവാ മഷി ഇളകുക, മഷി കുടിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥ. ലളിതമായി പറഞ്ഞാൽ പ്രസവത്തിന് മുമ്പോ പ്രസവ സമയത്തോ കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. സാധാരണ ജനിച്ചു കഴിഞ്ഞാലാണ് ആദ്യ മലമൂത്ര വിസർജനം നടത്താറ്. ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രസ് കുഞ്ഞിന് അനുഭവപ്പെട്ടാൽ അമിതമായി മലവിസർജനം നടത്തുന്നു. സാധാരണഗതിയിൽ കുഞ്ഞ് കിടക്കുന്ന ഗർഭപാത്രത്തിൽ തെളിഞ്ഞ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ മെക്കോണിയം കലരുമ്പോൾ ഇതിന്റെ നിറം മാറുകയും മഞ്ഞയോ ഇരുണ്ട പച്ച നിറമോ ആയി മാറുകയും ചെയ്യുന്നു. വെള്ളം പൊട്ടുന്ന സമയത്തോ മെമ്പറൈൻ പൊട്ടുമ്പോഴോ ഇങ്ങനെ നിറവ്യത്യാസം കാണുമ്പോഴാണ് ഈ അവസ്ഥയെപ്പറ്റി ഡോക്ടർ സാധാരണ അറിയുക. ഇതൊരു ഗൗരവകരമായ അവസ്ഥയാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഈ മലിനമായ ദ്രാവകം ശ്വസിക്കുന്നതാണ്. ഇതിനെ മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. ഇത് കുഞ്ഞിന്റെ ശ്വാസകോശങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാക്കാം. മെംബ്രെയിൻ റപ്ചർ ആകുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിൽ വ്യതിയാനങ്ങൾ വരികയോ CTG ഗ്രാഫിൽ വ്യത്യാസങ്ങൾ കാണുകയോ ചെയ്യുമ്പോൾ മെക്കോണിയം സംശയിക്കാവുന്നതാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങും. കാര്യമായ രീതിയിൽ ഇടുപ്പിൽ വ്യത്യാസം തോന്നുകയാണെങ്കിൽ എമർജൻസി സിസേറിയൻ ആവശ്യമായി വരും. മെക്കോണിയത്തിന്റെ ഗ്രേഡിനനുസരിച്ചും കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിലുള്ള വ്യതിയാനങ്ങൾ അനുസരിച്ചുമാണ് ഗൈനക്കോളജിസ്റ്റ് പ്രസവത്തിന്റെ രീതി തീരുമാനിക്കുക.